الحمد لله الذي نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات، أوصيكم وإياي أولا بنفسي بتقوى الله. وقد قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال الله أيضا: بسم الله الرحمن الرحيم. ولا تقولوا لما تصف ألسنتكم الكذب هذا حلال وهذا حرام لتفتروا على الله الكذب إن الذين يفترون على الله الكذب لا يفلحون. متاع قليل ولهم عذاب أليم. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസികളെ, സർവലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരുടെയും ജീവിതത്തെ എല്ലാ സന്ദർഭങ്ങളിലും എപ്രകാരം അല്ലാഹുവിനെ കുറിച്ചുള്ള തഖ്വാ ബോധത്തോടുകൂടി മുത്തഖികളായി ജീവിക്കുവാൻ, ജീവിതയാത്രയിൽ എപ്പോഴാണെന്നറിയാത്ത മരണമാകുന്ന യാത്രയെ ഏറ്റവും കൂടുതലായി നമ്മുടെ ഓരോരുത്തരുടെയും ഓർമ്മകളിൽ നിലനിർത്തുവാൻ, ഏതൊരു സന്ദർഭത്തിലാണോ നമ്മൾ ആ ഒരു യാഥാർത്ഥ്യത്തിന് കീഴൊതുങ്ങുന്നത്, അതൊരു യഥാർത്ഥ മുസൽമാന്റെ മരണമാക്കി തീർക്കുവാനുള്ള പരിശ്രമവും എപ്പോഴും കൈക്കൊള്ളണമെന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ സ്വയം വിചാരണയിലൂടെ വിശ്വാസപരവും അനുഷ്ഠാനപരവും പെരുമാറ്റവും സ്വഭാവവും എന്നു വേണ്ട ജീവിതത്തിന്റെ എല്ലാ തുറകളിലും അള്ളാഹുവിന്റെ ഈ ദീനിലേക്ക് പൂർണ്ണമായി നമ്മൾ മുഴുകി പ്രവേശിച്ചിട്ടുണ്ട്. സമ്പൂർണമായി നമ്മൾ അതിൻ്റെ വിളിക്ക് ഉത്തരം ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കിക്കൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ആയുസ്സിനെ, അനുവദിക്കപ്പെട്ട സമയത്തെ മുന്നോട്ട് നയിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം.
പൈശാചികമായ കാലടികളെ നിങ്ങൾ പിന്തുടരരുത്. അവൻ നിങ്ങൾക്ക് പിന്തുടരാനുള്ള മിത്രമല്ല, നേരെ മറിച്ച് അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് എന്ന് ഖുർആൻ നമ്മളോട് അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നതാണ് നമ്മൾ ശ്രദ്ധിച്ചത്. ഈ വിഷയം പറയുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു, എല്ലാവരും കൈകൊട്ടുമ്പോൾ നമ്മളും കൈകൊട്ടുക എന്നതല്ല. എല്ലാവരും ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഞാനും ഉണ്ടല്ലോ എന്ന് സമാധാനിക്കലുമല്ല. നേരെ മറിച്ച് ഓരോരുത്തരും നേരിടേണ്ടി വരുന്ന ഒരു വിചാരണ നാളുണ്ട്. അത് ഇൻഡിവിജ്വലായിട്ട് അഥവാ വ്യക്തിപരമായിട്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിന് ഉത്തരം പറയലാണ്. ഒരു സമൂഹത്തെ ഒന്നടങ്കം വിചാരണയ്ക്ക് എടുക്കുകയല്ല, ഒരു കുടുംബത്തെ ഒന്നടങ്കം വിചാരണയ്ക്ക് എടുക്കുകയല്ല, ഒരു സ്ഥാപനത്തെയോ ഒരു സംഘടനയെയോ അല്ലാഹു തആല ഒന്നടങ്കം എടുക്കുകയല്ല. നേരെ മറിച്ച് വആതീഹി യൗമൽ ഖിയാമത്തി ഫർദ എന്ന് ഖുർആൻ പറയുന്നത് പോലെ, എങ്ങനെയാണോ നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് നമ്മുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് പിറന്നു വീണത്, അതുപോലെ നമ്മൾ ഓരോരുത്തരും കഴിച്ചുകൂട്ടുന്ന ബർസഖിയായ ഐഹിക ലോകത്തിന്റെയും പാരത്രിക ലോകത്തിന്റെയും മറയായി നിൽക്കുന്ന ആ ബർസഖിയായ ലോകത്ത് നിന്ന് നമ്മൾ ഓരോരുത്തരായിട്ട് അള്ളാഹുവിന്റെ മുന്നിലേക്ക് ചെല്ലുകയാണ്. അവിടെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിന്റെ കണക്കുകൾ ബോധിപ്പിക്കുകയാണ്. ആ കണക്ക് ബോധിപ്പിക്കുന്ന ഒരു രംഗമാണ് പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനമായ പ്രശ്നം. അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനമായ ആകുലത. അതിന്റെ പേരിലാണ് നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നത്. അതിന്റെ പേരിലാണ് നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി പോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല നമുക്ക് കനിഞ്ഞരുളിയ ഈ ദീനിനെ പൂർണ്ണമായും നമ്മുടെ ജീവിതത്തിന്റെ വിശ്വാസ സ്ഥലങ്ങളിലായാലും കർമാനുഷ്ഠാന മേഖലകളിലായാലും പെരുമാറ്റത്തിന്റെയും സ്വഭാവങ്ങളുടെയും വാങ്ങൽ കൊടുക്കലുകളുടെ മേഖലകളിലായിരുന്നാലും എന്ന് വേണ്ട, ജീവിതത്തിന്റെ എല്ലാ തുറകളിലേക്കും കൃത്യമായി നമ്മൾ പാലിക്കേണ്ട ഫർളുകളായി, സുന്നത്തുകളായി, പൊതു തത്വങ്ങളായി അങ്ങനെ ഇസ്ലാം വഴി കാണിക്കാത്ത ഒരു മേഖലയുമില്ല. ആ മേഖലകളിലൂടെയൊക്കെ നമ്മൾ കയറി ഇറങ്ങി ജീവിക്കുമ്പോൾ അവിടെയൊക്കെ ഇസ്ലാം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണോ അതിനെ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്. അതിന് കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ മുൻനിർത്തി എന്റെ നാളേക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്കൊരാശ്വാസത്തിന്റെ, സമാധാനത്തിന്റെ, സമാശ്വാസത്തിന്റെ ഒരു സ്വീകരണത്തിലേക്ക് ഈ ദീനിനെ നമ്മൾ ചേർത്ത് പിടിക്കണം. ഞാൻ ഓതി വെച്ച ആയത്ത് സൂറത്തുൽ നഹ്ലാണ്, 16-ാമത്തെ അധ്യായമാണ്. അതിലെ 116-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുന്നതിൽ നമ്മൾ സന്തുഷ്ടരായിട്ട് കാര്യമൊന്നുമില്ല. അള്ള പറഞ്ഞത് നമ്മൾ ചെയ്യുന്നിടത്തായിരിക്കണം നമുക്ക് സന്തോഷം. എങ്ങനെ നമ്മൾ ചെയ്യുന്ന, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നമസ്കരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പെർഫെക്റ്റ് ആണ്. പക്ഷെ നമ്മുടെ സാമ്പത്തിക രംഗം മോശമാണ്, അത് നമുക്ക് വിഷയമല്ല. അത് നമുക്ക് വിഷയമല്ല. നമ്മുടെ സ്വഭാവ മേഖല വളരെ മോശമാണ്, അത് എന്റെ വിഷയമേ അല്ല. ഞാൻ നമസ്കരിക്കുന്നുണ്ട്. അങ്ങനെ ആകല്ലേ? അങ്ങനെ ആകാനല്ലല്ലോ അള്ളാഹ് പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ അർത്ഥം. അല്ലേ? ആയത്താണ് നമ്മൾ തുടങ്ങി വെച്ചത്. സൂറത്തുൽ ബഖറയിലെ 208-ാമത്തെ ആയത്ത്, അല്ലയോ വിശ്വാസികളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, അള്ളാഹുവിന്റെ ഈ ദീനിലേക്ക്, ഈ സമാധാനത്തിന്റെ, സമാശ്വാസത്തിന്റെ, സമ്പൂർണമായ സമർപ്പണത്തിന്റെ, ഇസ്ലാം എന്ന് പറയുന്ന ഈ ദീനിലേക്ക് പൂർണ്ണമായും നിങ്ങൾ പ്രവേശിക്കുകയും. അപ്പൊ സ്വഭാവരംഗം എങ്ങനെയാകണം? അത് അല്ലാഹു തആല നമ്മളെ പഠിപ്പിച്ചിരുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകനോളം നല്ല സ്വഭാവമുള്ള ഒരാൾ ഈ ലോകത്ത് ജീവിച്ചു പോയിട്ടില്ല. നാളെ പാരത്രിക ലോകത്ത് നമ്മുടെ കർമ്മങ്ങൾ തൂക്കുന്ന തുലാസിൽ ഏറ്റവും കനം കിട്ടുന്നത് ഹുസ്നുൽ ഖുൽഖാണ്.
എല്ലാം നമുക്കറിയാം. പക്ഷെ നമ്മുടെ സ്വഭാവ മേഖലകൾ മറ്റൊരാൾക്ക് നമ്മെ സമീപിക്കാൻ പോലും സാധ്യമാകാത്ത അത്രയും അരോചകമായാൽ, അഹങ്കാരത്തിൻ്റെതായാൽ, അഹന്തയുടെയും പൊങ്ങച്ചത്തിൻ്റെതുമായാൽ അതൊരു വിശ്വാസിക്ക് ചേർന്നതല്ല. എന്റെ സാമ്പത്തിക മേഖല അല്ലെ, എത്രയോ പണ്ഡിതന്മാരാകുന്ന ആളുകൾ, ഞാൻ പണ്ഡിതന്മാരെടുത്തു പറയുന്നത്, നിങ്ങൾ ഒരു പക്ഷേ വാക്കുകൾ പറയുന്നത് ഞങ്ങളായതുകൊണ്ട് പണ്ഡിതന്മാരാകുന്ന ആളുകൾ അവര് പെട്ടെന്ന് നമ്മളെ കബളിപ്പിക്കാനും നമ്മളെ വഞ്ചിക്കാനും ഒക്കെ അവർക്ക് സാധ്യതകൾ കൂടുതലാണ്. ആ ഭാഗത്തെ മുതലെടുത്തുകൊണ്ട് വഞ്ചിക്കുന്ന, ആ ഭാഗത്തെ കബളിപ്പിക്കാൻ വേണ്ടി മറയാക്കി സ്വീകരിക്കുന്ന എത്രയോ ആളുകൾ തങ്ങളുടെ സാമ്പത്തികമായ രംഗങ്ങൾ, കൊടുക്കൽ വാങ്ങൽ രംഗങ്ങൾ, കടം വാങ്ങിയാൽ കൊടുക്കാത്ത അവസ്ഥകൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല മേഖലകളും വളരെ മോശം. ഇസ്ലാമിനൊന്നും പറയാനില്ല, അവിടെ ഉണ്ട്, കൃത്യമായിട്ട് ഇസ്ലാമിന് പറയാനുണ്ട്. പിന്നെ കുറേ ആളുകൾ വളരെ സാത്വികരാണ്, വളരെ നല്ലവരാണ്, വളരെ മാതൃകാപരമാണ്, വളരെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാണ്. അപ്പോ അവരുടെ കൂടെ ഞാനുണ്ട് എന്ന് വരുത്തി തീർത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. നാളെ പടച്ച റബ്ബ് നമ്മളെ ഒറ്റക്ക് പിടിച്ചു നിർത്തും, അല്ലെ? അങ്ങനെയാണല്ലോ വിചാരണ. അത് ഞാൻ മനസ്സിലാക്കട്ടെ. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ മേഖലകളിൽ നമ്മളത് മനസ്സിലാക്കണം. എന്റെ സാമ്പത്തിക രംഗം ശരിയായില്ല എങ്കിൽ, എന്റെ പെരുമാറ്റം ശരിയായില്ല എങ്കിൽ, എന്റെ വാക്കുകൾ ശരിയായില്ല എങ്കിൽ, അങ്ങനെ ഓരോന്നും നമ്മൾ പൂരിപ്പിക്കുക. ഞാൻ ഇന്ന് ഓതി വെച്ച ആയത്ത് വലാ തഖൂലു, തീർച്ചയായും നിങ്ങൾ പറയരുത്. അല്ലാഹ് പറയാ, നമ്മളോട് പറയണേ, നിങ്ങൾ പറയരുത്. ലിമ തസിഫു അൽസിനത്തുകുമുൽ കദിബ്, കളവായ വാക്കുകളെ നിങ്ങളുടെ നാവ് കൊണ്ട് സുന്ദരമായി വർണ്ണിച്ച്, വളരെ വർണ്ണാഭമായി വർണ്ണിച്ച് നിങ്ങൾ ഒരിക്കലും പറയരുത് ഹാദാ ഹലാൽ, ഇത് അനുവദനീയമായ കാര്യമാണ്, വഹാദാ ഹറാമുൻ, ഇത് നിഷിദ്ധമായ കാര്യമാണ് എന്ന് പറയരുത്. സമൂഹത്തിൽ നടക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ ദീനിന്റെ, സുന്ദരമായ ഈ ദീനിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾ, അതിന്റെ യഥാർത്ഥമായ രൂപങ്ങളും യഥാർത്ഥമായ അതിന്റെ അധ്യാപനങ്ങളും നമ്മൾ കാറ്റിൽ പറത്തിയിട്ട് പേര് മാത്രം നമ്മൾ വെച്ച് നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ വർണ്ണിച്ചിട്ട് നമ്മുടെ തോന്നിയവാസങ്ങളിൽ മുഴുകുകയാണ്. എന്നിട്ടൊരു ബഹുമത സമൂഹത്തിന്റെ മുന്നിൽ നമ്മൾ അപമാനിക്കപ്പെടുകയാണ്. അല്ലെ, ഈ ആഴ്ചയിൽ നടന്നത് നിങ്ങൾ പറ. ഈ ആഴ്ചയിൽ ഭൂരിപക്ഷം മുസ്ലിങ്ങളുള്ള മലപ്പുറം ജില്ലയുടെ തിരൂരിനോട് ചേർന്ന് നിൽക്കുന്ന പുതിയങ്ങാടി ജാറവുമായി ബന്ധപ്പെട്ട്, മക്ബറയുമായി ബന്ധപ്പെട്ട് നേർച്ച എന്ന് പറയുന്ന ഇസ്ലാമിലെ മഹത്തായ ഒരു ആരാധനാ കർമ്മത്തെ, വാക്കിനെ നമ്മൾ കടമെടുത്തിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ? ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ വർണ്ണിച്ചിട്ട് ഇത് ഹലാലാണ്, ഇത് ഹറാമാണെന്ന് പറയല്ലേ? അള്ളാഹ് പറഞ്ഞു തന്നിട്ടില്ല ഹലാലും ഹറാമും? വിശ്വാസപരമായ രംഗം പ്രധാനമാണ് പ്രിയപ്പെട്ടവര്. ഖുർആൻ എത്ര ഇത് ഈ ദീനിലേക്ക് വന്നോളുന്ന ഒരു നിർബന്ധമില്ല. ഒരാളെയും ഈ ദീനിലേക്ക് ബലാത്കാരമായി നിർബന്ധമായി നമ്മൾ കൊണ്ടുവരേണ്ടതില്ല. പാരമ്പര്യമായിട്ട് നമുക്ക് ഒരാൾക്കും ഈ ദീനിനെ കിട്ടേയില്ല. ഞാൻ വിചാരിക്കട്ടെ, ഞാനൊരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് നാളെ ഒരു മുസൽമാൻ ആയിക്കൊണ്ട് എന്റെ ഹിസാബിന് അല്ലാഹു തആല വിട്ടുകളയോ? ഇല്ലല്ലോ. അങ്ങനത്തെ ഒരു ദീനല്ലല്ലോ. കൃത്യമായി ഓരോരുത്തരുടെയും അവനവന്റെ വിശേഷ ബുദ്ധിയുടെ കാലം മുതൽ സ്വബോധമുള്ളിടത്തോളം കാലമുള്ള അവനവന്റെ ജീവിതത്തിന്റെ രേഖ അല്ലാഹു തആല രേഖപ്പെടുത്തി വെക്കുന്നത്. ആ രേഖയുടെ അടിസ്ഥാനത്തിൽ നമ്മളെ ഹിസാബ് നടക്കൂലേ? ഈ ദീനിലേക്ക് വന്നോളുന്നൊരു നിർബന്ധമില്ല.
നിങ്ങൾക്ക് ഏത് സോഷ്യലിസവും സ്വീകരിക്കാം, ഏത് ദേശീയതയും സ്വീകരിക്കാം, ഏത് മതേതരത്വവും സ്വീകരിക്കാം, ഏത് ലിബറലിസവും സ്വീകരിക്കാം. ലാ ഇക്റാഹ ഫിദ്ദീൻ, ഈ ദീനിൽ ഒരു ബലാത്കാരമില്ല. ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്, സന്മാർഗത്തിൽ ദുർമാർഗത്തിൽ നിന്ന് സന്മാർഗത്തെ അല്ലാഹു തആല വ്യക്തമാക്കിയിട്ടുണ്ട്. അത് അള്ളാന്റെ പണിയാണ്, അത് എന്റെ പണിയല്ല. എനിക്ക് അള്ളാഹ് പറഞ്ഞു തന്നത് നിങ്ങളോട് പറയാന്നുള്ള പണി മാത്രമേ ഉള്ളൂ. അമ്പിയാക്കന്മാർക്കുണ്ടായിരുന്ന പണി. അതുകൊണ്ടാണ് ഉലമാക്കളെ കുറിച്ച് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത് ഇന്നമൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അമ്പിയാക്കന്മാരെടുത്ത പണിയെടുക്കേണ്ടവരാണ് ഉലമാക്കളെ. ഉലമാക്കൾ ദീനുണ്ടാക്കേണ്ടവരല്ല. നേർച്ച ഇസ്ലാമിലില്ലേ? ഉണ്ട്. യൂഫൂന ബിന്നദ്രി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ. അവർ നേർച്ച നേർന്നാൽ ആ നേർച്ച കൃത്യമായി പാലിക്കും, ഒരു ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ട് എന്ന് ഖുർആൻ പറഞ്ഞതാണ്. പക്ഷെ ഇന്ന് നടക്കുന്നത് നേർച്ച എന്ന് പറയുന്ന ഈ നേർച്ച ഇസ്ലാമിലുള്ളതാണോ? അല്ലല്ലോ. അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പേക്കൂത്തുകളും ഇസ്ലാമിന്റെ പേരിലും മുസ്ലിം നാമധാരികളുടെ പേരിലും നടക്കുമ്പോൾ ഇസ്ലാം എന്താണ് എന്ന് ഈ സമൂഹത്തിൽ അറിയാതെ പോയതിന്റെ ഉത്തരവാദിത്വം കൂടി നാളെ പരലോകത്ത് ഞാനും നിങ്ങളുമാകുന്ന ഈ ഉമ്മത്തിലെ വലിയൊരു പക്ഷം ആളുകൾ പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടി വരും. ഇതാണ് ഇസ്ലാം. ഇത് ഞങ്ങളുടെ അമ്പലത്തിൽ നടക്കുന്ന ഞങ്ങളുടെ അമ്പലത്തിൽ നടക്കുന്ന ഉത്സവം പോലെ, പൂരം പോലെ അതിന്റെ വേറൊരു പതിപ്പല്ലേ എന്ന് ചോദിച്ചാൽ ഇതാണ് നേർച്ച. ഓരോ രംഗവും അല്ല പറയാ വലാ തഖൂലു ലിമ തസിഫു അൽസിനതുകുൽ കദിബ്, നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾക്ക് കളവായ വാക്കുകൾ പറഞ്ഞ് വർണ്ണിച്ച് നിങ്ങൾ ഹലാലും ഹറാമും പറയരുത്. എന്നോടാ പറഞ്ഞു. അല്ല പറഞ്ഞു തന്നത്, അല്ല പഠിപ്പിച്ചത്. കൃത്യമായ വയ്യ എന്ന് പറയുന്ന ദുർമാർഗത്തിൽ നിന്ന്, വളഞ്ഞ മാർഗത്തിൽ നിന്ന് എന്നാണ് വയ്യ, വളഞ്ഞ മാർഗത്തിൽ നിന്ന് നേരായ മാർഗത്തെ, സന്മാർഗത്തെ അല്ല വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ആ മാർഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ? അതാണ് അത് ഖുർആന്റെ പ്രത്യേകത. ഏറ്റവും പ്രധാനപ്പെട്ടത് എടുത്തു പറയും. നേരായ വഴി ഏതാണ്? താഗൂത്ത് എന്ന് പറഞ്ഞാൽ ദുശക്തികൾ, ദുർമൂർത്തികൾ, പിശാച്, ഇതൊക്കെ പെടുന്നതാണ് താഗൂത്ത്. അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടതിന് പകരം ഇപ്പറയപ്പെട്ട ഈ വസ്തുക്കളിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കുന്നതെല്ലാം താഗൂത്താണ്. അതിനെ എല്ലാം നിരാകരിച്ചേ പറ്റൂ, എല്ലാം നിരാകരിച്ചേ പറ്റൂ, അവിശ്വാസം രേഖപ്പെടുത്തിയേ പറ്റൂ. അല്ലാഹുവല്ലാത്ത എല്ലാ ദുശക്തികളും, അത് ജിന്നാകാം, അത് പിശാചാകാം, അത് ആരാധിക്കപ്പെടാൻ വേണ്ടി നമ്മൾ നാട്ടു നിർത്തിയ വിഗ്രഹങ്ങളാകാം, അത് ആരാധനയ്ക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന സ്ഥലങ്ങളാകുന്ന മക്കാമുകളും മക്ബറകളും ആകാം. ദൈവേതരമായ എല്ലാ താഗൂത്ത്, എല്ലാ ദുശക്തികളെയും ദുർമൂർത്തികളെയും പൈശാചികമായി നമ്മളിലേക്ക് വരുന്ന എല്ലാറ്റിനെയും നിരാകരിക്കാൻ കഴിയണം. അതാണ് പ്രിയപ്പെട്ടവർ നമ്മുടെ ഈമാൻ എന്ന് പറയുന്നത്. ആദ്യം അതിന് നിരാകരിക്കണം. ലാ ഇലാഹ നിരാകരിക്കണം, നമ്മൾ ഒഴിവാക്കണം നമ്മുടെ മനസ്സിൽ നിന്ന്. ഇത് ഇസ്ലാമല്ല. ചിലപ്പോ ചില സഹോദരന്മാർ സംസാരത്തിൽ പറയാറുണ്ട്, ഞാൻ സുന്നിയാണ് കേട്ടോ. നമുക്കൊരു വിരോധമില്ല. അനവാസുഹാബി, ഞാനും എന്റെ സ്വഹാബത്തും നിലകൊണ്ടത് എവിടെയാണോ ആ നിലകൊള്ളുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിലെ ഒരു സുന്നിയാണോ ഞാനും അതാണ്. പക്ഷെ നമ്മൾ ഇന്ന് പറയുന്ന ഒരു സുന്നി ഉണ്ടല്ലോ, ആ സുന്നിയാണോ പ്രിയപ്പെട്ടവരെ? അത് ഒരുപാട് താഗൂത്തുകളെ വണങ്ങുകയും താഗൂത്തുകളെ ആരാധിക്കുകയും താഗൂത്തുകളോട് പ്രാർത്ഥിക്കുകയും താഗൂത്തുകളിൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്ന ഒരു സുന്നിയാണ്. ആ സുന്നിയാകാൻ എന്റെ സഹോദരങ്ങളെ നിങ്ങൾ തയ്യാറാകരുത്. അതെനിക്ക് പറയാനുള്ളൂ. ആ സുന്നിയാകരുത്. നമ്മുടെ പരലോകം കളയുന്ന ഒരു സുന്നി അതല്ല. നമ്മൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു വഴിയിലാണോ ആ വഴിയാണ് അഹ്ലു സുന്ന വൽ ജമാഅ എന്ന് പറയുന്ന വഴി. ആ വഴിയിലാണോ നമ്മൾ? ഓക്കെ, ആ വഴിയിലാണ് നമ്മൾ എല്ലാവരും ഉണ്ടാകേണ്ടത്.
അത് താഗൂത്തിനെ നിരാകരിക്കുന്ന വഴിയാണ്, താഗൂത്തിനെ നിഷേധിക്കുന്ന വഴിയാണ്, താഗൂത്തിന് കുഫ്രിയത്ത്, അതിനെ അവിശ്വസിക്കുന്ന വഴിയാണ്. നിർബന്ധമില്ല ഈ ദീനിലേക്ക് വരില്ല. ഞാൻ ആയത്ത് അങ്ങനെ തന്നെ പറഞ്ഞതാണ്. നിർബന്ധമില്ല, വന്നാലും തീരണം. വരുന്നവർ ദയവ് ചെയ്ത് അല്ലാഹു തആല പഠിപ്പിച്ചതുപോലെ പറഞ്ഞതുപോലെ അവന്റെ രേഖകൾ സംസാരിക്കുന്നത് പോലെ അല്ലാഹുവിൽ വിശ്വാസം അർപ്പിക്കണം. ആ വിശ്വാസം ഏതെങ്കിലും ആളുകൾ അവനവൻ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഹലാലും ഹറാമും പറയുന്നതിനനുസരിച്ച് സഞ്ചലപ്പെടുന്ന ഒരു ഈമാനാകരുത്. അള്ളാഹുവിലുള്ള വിശ്വാസം നമുക്ക് അചഞ്ചലമായിരിക്കണം. അത് പൂർണ്ണമായും ഖുർആൻ പറഞ്ഞ ഭാഷയിൽ പറഞ്ഞ എനിക്ക് അല്ലാഹു മതി എന്ന് പറയുന്ന ആ ശക്തമായ പാശത്തിൽ, ശക്തമായ കയറിൽ വളരെ ദൃഢവത്തായിക്കൊണ്ട് ദൃഢമായ ബലത്തോടുകൂടി ആ കയറിൽ പിടിച്ചവനായിരിക്കണം. ഒരാൾക്കും പിന്നീട് ആ അള്ളാഹുവും ആദിമയും ഉടമയും തമ്മിലുള്ള ബന്ധത്തെ അറ്റുകളയാൻ, അതിനെ മുറിച്ചു കളയാൻ ഒരാൾക്കും കഴിയാത്ത വിധമുള്ള ഒരു ബന്ധമാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവുമായിട്ടൊരു വിശ്വാസി ഉണ്ടാക്കേണ്ടത്. ആ അള്ളാഹുവിലേക്ക് ചേർക്കപ്പെടേണ്ടതും അള്ളാഹുമായി ചേർത്ത് പറയേണ്ടതും അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടതുമായ സംഗതികൾക്ക് വിരുദ്ധമാകുന്ന മുഴുവൻ താകൂത്തുകളെയും, അത് നേർച്ചയുടെ പേര് പറഞ്ഞാലും ശരി, ഔലിയാക്കന്മാരുടെ പേര് പറഞ്ഞാലും ശരി, ആദരവിന്റെ പേര് പറഞ്ഞാലും ശരി, എന്ത് പറഞ്ഞാലും ശരി, അള്ളാഹുമായിട്ടുള്ള ആ വിശ്വാസത്തിന് എതിരാകുന്ന മുഴുവൻ കേന്ദ്രങ്ങളെയും, മുഴുവൻ ദുർമൂർത്തികളെയും, ദുശക്തികളെയും, പൈശാചികമായ എല്ലാ ഇടങ്ങളെയും പൂർണ്ണമായി നമ്മൾ നിരാകരിച്ചുകൊണ്ട് അള്ളാഹുവിനെ മുറുകെ പിടിക്കുകയും അത് ഏറ്റവും ബലവത്തായി മുറുകെ പിടിച്ചുകൊണ്ട് ഒരിക്കലും അറ്റുപോകാത്ത ഒരു ബന്ധം ഓരോ അടിമയും ഉടമയും തമ്മിൽ ഉണ്ടാക്കുന്നതിനാണ് ഇസ്ലാമിലെ ഈമാൻ എന്ന് പറയുന്നത്. അതാണ് ഇസ്ലാമിലെ വിശ്വാസത്തിന്റെ പ്രത്യേകത. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ പറയുന്നത്, എനിക്ക് നിങ്ങളുടെ കൂടെ സഹായം വേണ്ട, ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി. ആരുടെ സഹായം വേണ്ട? അല്ലാഹ് പറഞ്ഞയച്ച മാലാഖമാരുടെ സഹായം വേണ്ട. അത് അല്ലാഹ് പറഞ്ഞയച്ചത് മാലാഖമാരാ. അപ്പോ ഇബ്രാഹിം നബി പറഞ്ഞത്, എനിക്ക് നിങ്ങളോട് പോലും എന്നെ ഇങ്ങനെ സഹായിക്കണം എന്ന് അള്ളാഹിനോട് പറയും, എനിക്ക് പറയാനില്ല. അല്ലെങ്കിൽ എന്നെ എന്താണ് വേണ്ടത് ഇബ്രാഹിം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ എൻ്റെ റബ്ബിനോട് പറയുന്നു, എനിക്ക് എൻ്റെ റബ്ബ് മതി, എനിക്ക് എൻ്റെ അല്ലാഹ് മതി എന്ന് പറയുന്ന ആ ഒരു ബന്ധമാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാമിലെ ഈമാൻ എന്ന് പറയുന്നത്. ആ ഒരു തലത്തെയാണ് നമ്മുടെ സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾ. അത് സങ്കടകരമായി, ഞാൻ കഴിഞ്ഞ 2-3 ആഴ്ചയിൽ പറഞ്ഞു, ഞാനത് ആവർത്തിക്കുന്നില്ല, സങ്കടകരമാകുന്ന ഒരു അവസ്ഥയിലേക്ക് അതിനെ കൊണ്ടുപോകുന്നത്. പ്രവാചകനായ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ ഹലാൽ ബയ്യൻ, ഹലാൽ വ്യക്തമാണ്. ഇസ്ലാമിൽ എന്താണ് ഹലാൽ അത് വ്യക്തമാണ്. വൽ ഹറാമു ബയ്യൻ, ഹറാമും വ്യക്തമാണ്. നിഷിദ്ധം എന്താണ് അതും വ്യക്തമാണ്. ഇന്നലെ റസൂൽ പറഞ്ഞു ബൈനഹുമാ മുസ്തബിഹാത്ത്. പക്ഷെ അതിൻ്റെ ഇടയിൽ ആളുകളെ ഇങ്ങനെ സംശയാസ്പദമാക്കി കൊണ്ടുപോകുന്ന ചില സംഗതികളുണ്ട്, മുസ്തബിഹാത്തായിട്ടുള്ള ചില സംഗതികളുണ്ട്. അതിന്റെ രണ്ടിന്റെയും ഇടയിൽ, ഹലാലും ഹറാമിന്റെയും രണ്ടിന്റെയും ഇടയിൽ മുസ്തബിഹാത്തായിട്ടുള്ള സംഗതികളുണ്ട്. ലാ യഅലമുഹാ കസീറുൻ മിനൻ നാസ്, ജനങ്ങളിൽ അധിക ആളുകൾക്കും അതിനെക്കുറിച്ച് അറിയില്ല. എന്നിട്ട് റസൂൽ വിശദീകരിച്ചു കൊടുക്കണം എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത്. ഫമൻ ഇത്തഖൽ മുസ്തബിഹാത്ത് ഇസ്തബറ ലിദീനിഹി, ആ സംശയാസ്പദമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി ഹറാമിൽ പെട്ടുപോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു നിന്നാൽ, അതിനെ വിട്ടു നിന്നാൽ, അല്ലെ ജിന്നും സിഹിറുമായിട്ടൊക്കെ നടക്കുന്ന സംവാദങ്ങളുടെയും ഒച്ചപ്പാടുകളുടെയും ബഹളങ്ങളുടെയും വാഗ്വാദങ്ങളുടെയും ഒക്കെ ആഴം സോഷ്യൽ മീഡിയയിൽ നമ്മളിങ്ങനെ കയറി നോക്കിയാലും, പരിപാടികളിൽ നമ്മൾ പോയി നോക്കിയാലും, വേറൊരു ഭാഗത്ത് ഓരോ ദിവസവും ദിനേന എന്നോണം പൊന്തിക്കൊണ്ടിരിക്കുന്ന ജാറങ്ങളും അക്ബറുകളും ഇസ്ലാമിന്റെ പേരിൽ ഇങ്ങനെ ഉയർത്തെഴുന്നേൽക്കുന്നത് കാണുമ്പോഴും റസൂൽ പറയുന്നത് വൽ മുസ്തബിഹാത്ത്, സാധാരണക്കാരായ അധിക ആളുകൾക്കും അറിയാത്ത സംശയാസ്പദമായ കാര്യങ്ങൾ, ആ സംശയാസ്പദമായ കാര്യങ്ങളെ തീർച്ചയായും ഒരു വിശ്വാസി എങ്ങനെ കാണേണ്ടത്? തന്റെ ദീൻ അതിനെ സംരക്ഷിക്കണമെന്ന വളരെ കരുതലോടുകൂടി, വളരെ ശ്രദ്ധയോടുകൂടി തന്റെ ദീൻ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത് എന്ന ഒരവസ്ഥയിലാണ് തീർച്ചയായും അതിനെ കാണേണ്ടത്. അതുപോലെ തന്നെ
തന്റെ അഭിമാനം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇനി എത്ര വർഷം നമ്മൾ കാസർഗോഡ് ജഫൂറാജിനെ പറയും? എന്താ കാരണം? 590 പവൻ സ്വർണം ഇരട്ടിപ്പിക്കാൻ വേണ്ടി ജിന്നുമുടെ അടുത്തേക്ക് പോയതാ. ഇനി എത്ര കാലം പ്രസംഗിക്കും? ഒരു മനുഷ്യന്റെ അഭിമാനമല്ലേ പ്രിയപ്പെട്ടവർ ചോർന്നു പോയത്? അന്ധവിശ്വാസത്തിന്റെയോ അനാചാരത്തിന്റെയോ അല്ലെങ്കിൽ അത്യാർത്ഥിയുടെയോ ദുരയുടെയോ ഐഹിക ലോകത്തിന്റെ പിന്നാലെ കടന്ന പാച്ചിലിൽ അന്ധവിശ്വാസത്തിലെ കൂടാരങ്ങളിൽ നിന്ന് കിട്ടിയതിനെ പിൻപറ്റാൻ വേണ്ടി പോയിരുന്നു കൊടുത്ത് സ്വന്തം ജീവൻ നഷ്ടപ്പെട്ട് തന്റെ സ്വത്ത് മുഴുവൻ അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ട് അവസാനം അത് തെളിയിക്കപ്പെടുമ്പോൾ പറയുന്ന പേരാരുതാ? ഒരു ആചാര്യ പേരാ. അല്ലാഹ് റസൂൽ പറയണേ, ഈ സംശയാസ്പദമായ കാര്യങ്ങളെ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കണ്ടോ, നിങ്ങളുടെ അഭിമാനവും പോകും, നിങ്ങളുടെ ദീനും പോകും. നാളെ പരലോകത്ത് എന്തായിരിക്കും അവസ്ഥ? നമ്മൾ പരലോകത്ത് അദ്ദേഹത്തിന് സ്വർഗമാണ് നരകമാണ് പറയാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ അള്ളാഹുവിന്റെ കലാമിനെയും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെയും മുൻനിർത്തിയിട്ട് നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക. പടച്ചോനെ, കൃത്യമായ ഒരു അന്ധവിശ്വാസത്തിന്റെ ആ ജിന്നുമായി എന്ന് പറയുന്ന ആ സഹോദരി അല്ലെങ്കിൽ ആ പെണ്ണിനെ അദൃശ്യമായി അറിയാനുള്ള കഴിവും അദൃശ്യമായി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവും ഒക്കെ ഉണ്ട് എന്ന് വിശ്വസിച്ചിട്ടാണല്ലോ അവിടെ പോയിരിക്കുന്നത്. ദീനും പോകും, അഭിമാനം പോകും. എന്നിട്ട് റസൂൽ പറഞ്ഞു, വമൻ വഖഅ ഫി സുബ്ഹ, ആരെങ്കിലും അങ്ങനെ സംശയാസ്പദമായ കാര്യങ്ങളെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യാതെയും പഠിക്കാതെയും നോക്കാതെയും അന്വേഷിക്കാതെയും പോയി വീണാൽ തീർച്ചയായും അവൻ ചിലപ്പോൾ നിരോധിത മേഖലയുടെ ചുറ്റും കടന്ന് കറങ്ങിക്കൊണ്ട് ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേയ്ക്കുന്ന ഇടയനെ പോലെയാണ്. അവന്റെ കണ്ണൊന്ന് തെറ്റിയാൽ ആ നിരോധിത മേഖലയിലേക്ക് ആ കന്നുകാലി കയറി പ്രവേശിച്ച് അവിടെ എങ്ങാനും മേഞ്ഞാൽ അവന് കിട്ടുന്ന ശിക്ഷ പോലെ ഹലാലിന്റെയും ഹറാമിന്റെയും വ്യക്തതകൾക്ക് നടുവിലുള്ള സംശയാസ്പദമായ കാര്യങ്ങളുടെ ചുറ്റും കടന്ന് കറങ്ങി ആവശ്യമില്ലാത്ത ചർവണം ചെയ്ത് അങ്ങനെ വാഗ്വാദങ്ങളിൽ ഏർപ്പെട്ട് അവനവന്റെ കക്ഷികളാണ്, അവനവന്റെ സംഘങ്ങളും സംഘടനകളുമാണ് വലുത് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ നാവിട്ടടിച്ച് അവസാനം ഹറാമിൽ പോയി വീണ് അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് പാത്രീഭൂതരായി പോകുന്ന മനുഷ്യരെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഹദീസ് ഇമാം ബുഖാരിയിലുണ്ട്, ഇമാം മുസ്ലിമിലുണ്ട്, എല്ലാ ഹദീസിലും നടന്നിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിലാണ്. അങ്ങനൊന്നും പറയല്ലേ, നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ഹലാലും ഹറാമും പറയേണ്ട. അള്ളാഹ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു തആല ആയത്ത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, തഫ്തറു അലല്ലാഹിൽ കദിബ, അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ അള്ളാന്റെ മേലാണ് നിങ്ങൾ കളവ് കെട്ടിച്ചമക്കുന്നത്. അള്ളാഹ് ഹലാല് പറഞ്ഞു തന്നില്ല, അള്ളാഹ് ഹറാമ് പറഞ്ഞു തന്നില്ല എന്നാണ് അർത്ഥം. എങ്ങനെ വിശ്വസിക്കേണ്ടത് അള്ളാഹ് പഠിപ്പിച്ചില്ല, എങ്ങനെ നേർച്ച നേരേണ്ടത്, എങ്ങനെ നേർച്ച നടപ്പിലാക്കേണ്ടത് അള്ളാഹ് പഠിപ്പിച്ചില്ല. അങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാന്റെ മേല് നിങ്ങൾ കളവ് കെട്ടി ചമക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ വർണ്ണിച്ച് വർണ്ണാഭമായ നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ കസർത്ത് കാണിച്ച് അള്ളാഹുവിന്റെ ദീനിലേക്ക് നിങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് നമ്മുടെ ഇച്ഛക്കനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് ഹലാലും ഹറാമും നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഹറാമ് അള്ളാന്റെ മേലാണ് നിങ്ങൾ കളവ് കെട്ടിച്ചമച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യുഫ്ലിഹൂൻ. അള്ളാന്റെ മേല് ഒരു വാക്ക് കളവ് കെട്ടിച്ചമക്കുന്നവൻ ഓർത്തോ, ന്യായീകരിക്കുന്നവർ ഓർത്തോ, ചേർന്ന് നിന്നിട്ട് നമുക്ക് നമ്മുടെ കക്ഷിയെ സംരക്ഷിച്ചേ പറ്റൂ എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ ഓർത്തോ, ഒരിക്കലും അള്ളാന്റെ മേല് കളവ് കെട്ടിച്ചമക്കുന്നവർ വിജയിക്കില്ല. അള്ളാഹ് പറയണേ, ലാ യുഫ്ലിഹൂൻ, അവർ വിജയിക്കൂല. പിന്നെ എന്ത് കിട്ടും? മതാഉൻ ഖലീൽ. അള്ളാഹ് തൊട്ടടുത്തായിട്ട് പറയണേ, ദുനിയാവിൽ ചില വിഭവങ്ങളൊക്കെ കിട്ടും, അവസരം കൂടുതൽ കിട്ടും, അവസരം കൂടുതൽ കിട്ടും, അംഗീകാരം കൂടുതൽ കിട്ടും, ആളുകൾ ചിലപ്പോൾ കുറച്ച് കൂടുതൽ കേൾക്കാൻ വരും. ടൗണിലെ പള്ളിയിൽ തന്നെ ചിലപ്പോൾ ഖുത്ബയും കിട്ടും. അല്ല, ഇതൊക്കെയല്ല ആളുകൾക്ക് വേണ്ടത്. ടീയം ചിലപ്പോൾ മോശമില്ലാതെ വരും. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ആളുകൾക്ക് വേണ്ടത്. അള്ളാഹ് പറയണേ, ദുനിയാവ് കുറച്ച് കിട്ടും. ഇതല്ലേ ഇപ്പൊ സത്യത്തിൽ ഈ ഉമ്മത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളിൽ നിന്നും ഒരു കക്ഷി വ്യത്യാസമില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നത്.
ഈ ദുനിയാവിന്റെ പിന്നാലെ പോകാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിന്റെ ഹലാലിനെയും ഹറാമിനെയും നമ്മുടെ നാവുകൾക്കനുസരിച്ച് നമ്മൾ ഇങ്ങനെ മാറ്റിയും കോട്ടിയും പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ പോകല്ലേ എന്നാണ് അള്ളാഹ് പറയുന്നത്. അങ്ങനെ നിങ്ങൾ പറയല്ലേ എന്ന് പറയുന്നത്. എന്നോടാ പറയണത്, നിങ്ങളോടാ പറയണത്. അങ്ങനെ നമ്മൾ പറയല്ലേ. നമ്മൾ അള്ളാഹുവിന്റെ ഖുർആനിലേക്ക്, പ്രവാചകന്റെ തിരുസുന്നത്തിലേക്ക് നമ്മൾ കടന്നു വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം. വലഹും അദാബുൻ അലീം. ദുനിയാവിൽ തൽക്കാലമൊക്കെ കിട്ടിയേക്കാം, പക്ഷെ വേദനാജനകമായ ശിക്ഷ അവർക്കുള്ളതാണ്. ദുനിയാവിലും ആഖിറത്തിലും അതിന്റെ ശിക്ഷയും അതിൻ്റെതായ നാണക്കേടും അതിൻ്റെതായ ഹിസിയും നിന്ദതയും ഒക്കെ അനുഭവിച്ചിട്ടേ പോകൂ. ആ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ അള്ളാഹു തആല പറഞ്ഞിടത്ത്, അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിടത്ത് നിന്നിട്ട് നമ്മുടെ വിശ്വാസ തലങ്ങളും അതോടൊപ്പം നമ്മുടെ കർമാനുഷ്ഠാന മേഖലകളും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നവരാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ അതിന്റെ ശരിയായ രൂപത്തിലും അതിന്റെ കൃത്യമായ ഗൗരവത്തോടു കൂടിയും ചിന്തിച്ച് മനസ്സിലാക്കി ഉൾക്കൊള്ളുവാനുള്ള മഹാ സൗഭാഗ്യം, അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള മഹാ തൗഫീഖും അള്ളാഹു തആല നമുക്ക് ഇരു കൂട്ടർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام. اللهم صل وسلم على نبينا محمد وعلى آله وصحبه وسلم. أما بعد. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിച്ച് യഥാർത്ഥ മുത്തഖികളായി ജീവിച്ച് യഥാർത്ഥ മുസൽമാന്മാരായി നമ്മുടെ ഓരോരുത്തരുടെയും മരണത്തെ കണ്ടുമുട്ടാൻ എപ്പോഴും നമ്മൾ പരിശ്രമിക്കണം എന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഈ പറഞ്ഞ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രവർത്തന മേഖലയിൽ വർത്തമാനകാല ലോകത്ത് ഏറെ ചിന്തിക്കേണ്ട ഒരു മേഖലയായി മാറിയാണ് ഈ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ഇടപഴകുന്ന രംഗം. മുഹറമാത്തുകളല്ലാത്ത എല്ലാവരുമായിട്ട് ഇടപഴകുന്നിടത്ത് ഇസ്ലാമിന് കൃത്യമായ നിയമമുണ്ട്, നമുക്കറിയാം. എനിക്ക് വിവാഹം കഴിക്കൽ ഹറാമായ സ്ത്രീകളെ മാത്രമാണ് സ്വതന്ത്രമായി എനിക്ക് ഇടപഴകാൻ, കൈ കൊടുക്കാൻ, അല്ലെങ്കിൽ ചേർത്ത് നിർത്തി കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യാൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാറ്റിനും ഇസ്ലാം അനുവാദം നൽകിയിട്ടുണ്ട്. പക്ഷെ വർത്തമാനകാല ലോകത്ത് വലിയവരും ചിലപ്പോഴൊക്കെ പണ്ഡിതന്മാരും നേതാക്കന്മാരും കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പ്രത്യേകിച്ചും ആ ഒരു അതിർവരമ്പ് പാലിക്കാതെ പോകുന്നത് വളരെയേറെ കാണും. വളർന്നു വരുന്ന തലമുറയെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അവര് ഒരാളെ സ്വീകരിക്കുന്നതും കൈ കൊടുത്തിട്ടാണ്, സംസാരം കഴിഞ്ഞ് പിരിഞ്ഞു പിരിയുമ്പോഴും അവർ കൈ കൊടുത്തിട്ടാണ് പോകുന്നത്, ആൺകുട്ടികളും പെൺകുട്ടികളും. കല്യാണ സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ പഠിപ്പിച്ച ഏതെങ്കിലും ഒരു കുട്ടിയൊക്കെ കാണുമ്പോൾ പോലും അല്ല സാറേ എന്ന് പറഞ്ഞ് കയ്യാണ് ഇപ്പൊ നീട്ടുന്നത്. ഞാൻ പറഞ്ഞു, ഇത് ശരിയല്ലല്ലോ, ഇത് ഹലാലാകോ? ഇല്ലല്ലോ. അള്ളാഹ് ഹറാമാക്കിയ ഒരു സംഗതിയെ നമ്മൾ ഹലാലാക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അത് പറയേണ്ട ഒരു അവസ്ഥയിലാണ്, നമ്മളൊരു യൂണിവേഴ്സിറ്റിയുടെ മുമ്പിലാണല്ലോ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, കൊച്ചനിയന്മാരായിട്ടുള്ള ആളുകളും അനിയത്തിമാരായിട്ടുള്ള ആളുകളും, നമുക്കൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരം എന്ന് പറയുന്നത് എന്റെ കസിൻ ബ്രദേഴ്സ് എന്ന് പറയുന്ന, സിസ്റ്റേഴ്സ് എന്ന് പറയുന്നവരോട് പോലും എനിക്ക് അങ്ങനെ ഒരു ബന്ധം നിലനിർത്താൻ അനുവദിക്കപ്പെടാത്ത ഒരു ദീനാണ്. എനിക്ക് വിവാഹം കഴിക്കാം, എന്നെ അവർക്ക് വിവാഹം കഴിക്കാം. മുത്താപ്പ എളാപ്പ മക്കൾ എന്ന് പറയുന്നവരും ജ്യേഷ്ഠത്തി അനിയത്തിമാരെന്ന് പറയുന്ന മുത്തുമ കുഞ്ഞമ്മമാരുടെ മക്കളൊക്കെ എന്ന് പറയുന്നത് വിവാഹം കഴിക്കാവുന്നവരാണ്. അവരുമായിട്ട് നമ്മൾ ചെറുപ്പത്തിലെ പ്രായപൂർത്തിയാകുന്നത് വരെയുള്ള ഒരുമിച്ചുള്ള ജീവിതവും ഒരുമിച്ച് നമ്മൾ കൂടി ജീവിച്ചിട്ടൊക്കെ ഉണ്ടാകാം. പക്ഷെ നമ്മൾ പ്രായപൂർത്തിയിലേക്ക് എത്തുമ്പോൾ അവർ മുഹറമാത്തുകളല്ലാത്തത് കൊണ്ട് തന്നെ പിന്നീട് ഞാൻ ഇസ്ലാം നിർദ്ദേശിച്ച ആ ഒരു സംസ്കാരത്തിനനുസരിച്ച് എനിക്ക് പെരുമാറാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ അന്യപുരുഷന്മാരുടെ കാര്യം പറയണ്ടല്ലോ, വിവിധ മതക്കാരായിട്ടുള്ള ആളുകളുടെ അവസ്ഥ പറയണ്ടല്ലോ. നമ്മൾ ആ ഓരോ കൈ കൊടുക്കുമ്പോഴും സത്യത്തിൽ ഹറാമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ സ്പർശനവും ഹറാമാണ്. ഹായും ഒക്കെ നമ്മൾ പറയുമ്പോഴും ആ പറയുന്നതിന്റെ അപ്പുറത്തേക്ക് വരുന്ന ഏതൊരു ടച്ചും അത് ഹറാമാണ്. അത് മനസ്സിലാക്കണം.
ഇനി കാലെത്ര പുരോഗമിച്ചാലും അള്ളാഹു ഹലാലാക്കിയത് ഹലാലാണ്, അള്ളാഹ് ഹറാമാക്കിയത് ഹറാമാണ്. അങ്ങനെ പഠിച്ചാല്, അങ്ങനെ മനസ്സിലാക്കിയാല്, അങ്ങനെ അള്ളാഹുവിൽ വിശ്വസിച്ചാലേ നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ചെയ്തികളും നമ്മുടെ അമലുകളും അള്ളാഹു താലയുടെ അരിയിലുണ്ടാവുള്ളൂ. അതൊന്നും നമ്മൾ നമ്മുടേതായ ഇഷ്ടത്തിനനുസരിച്ച് അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ മേൽ നമ്മൾ കളവ് കെട്ടിച്ചമക്കുകയാണ്. അള്ളാന്റെ മേൽ നമ്മൾ കളവായ ഒരു വാക്ക് പറയുകയാണ്. ആ വാക്ക് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് അറിയാത്തവർ മനസ്സിലാക്കിയിട്ട് അത്തരം കാര്യങ്ങളിൽ നിന്ന് പരമാവധി നമ്മൾ അതിൽ നിന്ന് മാറുക, നമ്മളതിൽ നിന്ന് ഒഴിയുക. നമുക്ക് കൈ തരുമ്പോഴും ഹാ എന്ന് പറഞ്ഞ് നമ്മളതിനെ ആ കൈ സ്പർശനം ഇല്ലാത്ത വിധത്തിൽ അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നമ്മളെ നിയന്ത്രിക്കാൻ പഠിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ കസിൻ സിസ്റ്റേഴ്സും ബ്രദേഴ്സും ആണെങ്കിലും ശരി, അവരുമായിട്ടും നമ്മുടെ ബന്ധങ്ങൾ തീർച്ചയായും അങ്ങനെ ആകണം, അങ്ങനെ ആകേണ്ടതാണ്. അങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന് കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുക. ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുക, നമ്മൾ കൊണ്ടുവരിക. അങ്ങനെ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിച്ചുകൊണ്ട് ഏറ്റവും നല്ല ഒരു മാതൃകാ സമൂഹമായി ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു തആല നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ അറിഞ്ഞും അറിയാതെയും വന്നു പോകുന്ന ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അള്ളാഹു തആല പ്രത്യേകമായ അനുഗ്രഹം ചെയ്യുകയും അവരുടെ കബറിടങ്ങൾ അള്ളാഹു തആല വിശാലമാക്കുകയും അവരെയും നമ്മയും അവൻ്റെ അനുഗ്രഹീതമായ സ്വർഗീയ ആരാമങ്ങളിൽ അവർ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ പൊന്നോമന മക്കള് അള്ളാഹുവിൻ്റെ ദീനിനെ മുറുകെ പിടിക്കുന്നവരായിരിക്കാൻ, ആ ദീനനുസരിച്ചുകൊണ്ട് വിശ്വാസ തലങ്ങളെയും കർമാനുഷ്ഠാന മേഖലകളെയും സ്വഭാവങ്ങളെയും എല്ലാം നമ്മളെക്കാൾ നന്നായി അള്ളാഹുവിൻ്റെ ദീനിനെ ഇഷ്ടപ്പെടുന്ന മക്കളാക്കി നമ്മുടെ മക്കൾ അള്ളാഹു തആല നിലനിർത്തി വളർത്തി തരുമാറാകട്ടെ. അവരുടെ പ്രാർത്ഥനകൾ വലിയൊരു ആശ്വാസമായി സമാധാനമായി അള്ളാഹു തആല നമുക്ക് കൊണ്ടെത്തിച്ചു തരുമാറാകട്ടെ. അവൻ്റെ വിചാരണ നമുക്ക് ഏറ്റവും എളുപ്പമായ ഒരു അവസ്ഥയിൽ അള്ളാഹു തആല ആക്കി തീർക്കുമാറാകട്ടെ. അവൻ്റെ കത്തിയാളുന്ന നരകാക്കിയിൽ നിന്ന് അള്ളാഹു തആല നമ്മയും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാ ഓരോരുത്തരെയും അള്ളാഹു തആല കാത്ത് സംരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നതവക്കലു അലാ കുല്ലി ഹാലിനാ വഅലാ കുല്ലി ഉമൂരിനാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അലൈക തവക്കൽനാ വഇലൈക നുനീബ് اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم تقبل دعاءنا واعمالنا منا انك انت السميع العليم ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك وبفضلك يا أرحم الراحمين وصلى الله وسلم على نبينا محمد وعلى آله وصحبه